നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് മതഭ്രാന്ത്, മത ഡ്രസ്സ്, മതത്തിൻ്റെ ആഹാരം, ഇതെല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇടുങ്ങിയ മനസ്ഥിതി മാറ്റി നമ്മൾ മുസ്ലിംസ് കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ച് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ജനങ്ങളിലോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുമായിട്ട് സൗഹൃദത്തിലാകുക. ഹിന്ദുവിൻ്റെ ഫംഗ്ഷന് പോവുക, ക്രിസ്ത്യൻ്റെ ഫംഗ്ഷന് പോവുക. ഇപ്പോൾ ഇനി അവരോട് പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഒരു തെറ്റുമില്ല. അത് നബി തന്നെ പറയുന്നു. ഒരു പള്ളിയിൽ നബിയുടെ കാണാനായിട്ട് അന്യമതക്കാർ വരുന്നു. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ എന്നാൽ ഇറങ്ങി നിൽക്കാം പള്ളിയിൽ നിന്നും. അപ്പോൾ നബി പറഞ്ഞതെന്നറിയോ? ഇല്ല, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്താ വെച്ചാൽ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഒരുമിച്ച് അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ആ ഒരു ചിന്താഗതിയിലോട്ട് നമുക്ക് വരണം. നമുക്കൊരു പ്രത്യേക ഡ്രസ്സൊന്നും, കാരണം വിശ്വാസമൊക്കെ നമ്മുടെ ഹൃദയത്തിലാണ്. സൗദിയിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അന്നത്തെ പെണ്ണുങ്ങൾ നടന്നുകൊണ്ട് അരവസ്ത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു തല മറയ്ക്കുമായിരുന്നു ചൂട് കാരണം. അന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തലയെല്ലാം മറയ്ക്കേണ്ടത്, തലയിലെ തട്ടമെടുത്ത് മറയ്ക്കാനാണ് പറഞ്ഞത്. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അന്ന് ഇഷ്ടമുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി കളയും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെണ്ണുങ്ങളെ സുരക്ഷിതമാക്കി അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് നിയമങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും സുരക്ഷിതം നമുക്കുന്നുണ്ട്. പിന്നെ രാത്രി സമയങ്ങളൊക്കെ ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും.